എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് വരുന്നത്. ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ചെയ്യുകയാണ്. ഞാനത് ബീഫ് ഉലർത്തിയതാണെന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഇത് ഞാൻ നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ കുക്കിംഗ് ബാച്ചിലേഴ്സിനും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതുപോലെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത്. കുറച്ച് ഷോർട്ട് കട്ടിൽ ഇതെങ്ങനെ ബീഫ് ഉലർത്തിയത് ചെയ്യാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് 2 കിലോ ബീഫാണിത്. അപ്പം അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കരിവേപ്പില അരിഞ്ഞത്, പിന്നെ കുറച്ച് സവാള. ഇത് ഞാൻ 2 കിലോയ്ക്ക് ഞാനിതൊരു 3 സവാളയാണ്, മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി. അപ്പം ഞാൻ 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 2 സ്പൂൺ മുളക് പൊടി. അത് നിങ്ങൾക്ക് എരി അനുസരിച്ച് കാശ്മീരി ചില്ലിയോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പൈസ് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 1 സ്പൂൺ ഇത് മീറ്റ് മസാല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സംഭവമാണ് ഈ തേങ്ങാക്കൊത്തെന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത്രയും സംഭവം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി ഒക്കെ വെച്ചിരുന്ന ബീഫാണ്. ഹാഫ് ആൻ അവർ, കുറച്ചുകൂടെ നേരം വെച്ചാൽ നല്ലതാണ്. ഇനി ഓവർനൈറ്റ് ചെയ്ത് വെച്ചാലും നല്ലതാണ്. ഞാൻ ഈ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതൊന്ന് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്യണം. സ്പൈസ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായം കൂടെ ഇടണം. മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഈ കവർ ഇട്ടതിന് ശേഷം മാത്രം കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഇടണം. കാരണം പല പ്രഷർ കുക്കർ നമ്മുടെ വീട്ടിലുണ്ടാവാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ്. ഇപ്പോൾ ഇത് 4 വിസിലായി. അത് ഓഫ് ചെയ്യുകയാണ് ഇനി. അപ്പോൾ ഇതിൻ്റെ ഗ്യാസൊക്കെ പോയി. അപ്പം ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിത് ഉലർത്തുന്ന പാകം, അല്ലെങ്കിൽ ഇത് പറ്റിക്കണം. ഇത് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഉരുളി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഉരുളി അങ്ങോട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം. ഉരുളി ചൂടായി. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഇതിന്. 1 ടീസ്പൂൺ ഫെനൽ സീഡാണിത്, അതായത് പെരുംജീരകം. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടത് കടുക് ഇട്ടു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു മിനിറ്റ് കഷ്ടിച്ച് മതി. നമുക്ക് ചുമന്നുള്ളി ഇടാം. ഇനി ഉള്ളി ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പം ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ കളറാകാൻ തുടങ്ങി. മറ്റേ ഉള്ളി നന്നായിട്ട് വഴന്നു. ഈ സമയത്ത് നമുക്കിനി ബീഫ് അതിനകത്തേക്ക് ഒഴിക്കാം. അതിൻ്റെ ചാറെല്ലാം ഒഴിക്കണേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മൂക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അഥവാ എരിയോ വല്ലതും കുറവാണെങ്കിൽ അല്പം മുളക് പൊടിയൊക്കെ ഈ സമയത്ത് ഇടാം. കാര്യം ഇപ്പോഴും അത് വെള്ളമുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇടാം. ഇത് മൂത്ത് വരുന്നതനുസരിച്ച് ഇത് ചുമന്ന് വരും. ഈ ഒരു സ്റ്റേജിലുണ്ടല്ലോ, ഈ അപ്പത്തിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. ഒരുപാട് എണ്ണ ഒഴിച്ചാൽ പെട്ടെന്നാകും. പക്ഷേ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഉരുളി പോലത്തെ അല്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ ഒക്കെ പാത്രം വിസ്താരമായിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ നിരത്തിയിട്ടാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ആവും. ഞാൻ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഈ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സമ്മതിക്കരുത്. ആ മസാല അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റ് പോകും. എൻ്റെ കളറൊക്കെ കണ്ടോ നിങ്ങൾ? ഇഷ്ടപ്പെട്ടോ? ഇത് ഫ്രൈ അല്ല, ഇത് ഉലർത്തിയതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പെരണ്ടതിരിക്കും.
എങ്ങനെ ബീഫ് വെച്ചാലും ശരിയാകത്തില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക്, അതായത് ബീഫ് നോക്കി പരാജയപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഒരിക്കലും ഒക്കാത്ത റെസിപ്പീസ് നമ്മളത് ശരിയായി വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് വരും കുക്കിങ്ങിൽ. അപ്പോൾ ഞാൻ ഇതിവിടെ നിർത്താൻ പോവാണ്. എല്ലാം എൻ്റെ കറക്റ്റ് പരുവത്തിലായി. ഇത് കണ്ടോ, മസാലയൊക്കെ ശരിയായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും രസമുള്ള ഭാഗം ഈ ബീഫല്ല. ഈ ബീഫ് എടുത്തതിന് ശേഷം കുറച്ച് ചോറുണ്ടല്ലോ, നല്ല മട്ട റൈസ് ഈ ഉരുളിക്കകത്തോടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അത് വാരി കഴിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ബീഫിനെക്കാട്ടിലും ടേസ്റ്റ്. ഒടുവിൽ കുറച്ച് പച്ചക്കറിവേപ്പിലയൊക്കെ വെതറി നല്ല ഭംഗിയാക്കി ഇടാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.